രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതിക്കാരി. ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമുണ്ടായെന്ന് ചൂണ്ടിക്കാണിച്ചാണ് പരാതി. കഴിഞ്ഞ ദിവസം പരാതിക്കാരിക്കെതിരെ രാഹുൽ വീണ്ടും വീഡിയോ ചെയ്തിരുന്നു. ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമുണ്ടായെന്ന് പോലീസും പരിശോധിക്കും. SP പൂങ്കുഴലിയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടക്കുക. പരാതി സൈബർ പോലീസിനും കൈമാറും. വിവരങ്ങളുമായി ദിസ്ന സുരേഷ് ചേരുകയാണ്. ദിസ്ന, പറയും. ശ്യാം, SP പൂങ്കുഴലിക്ക് ലഭിച്ച പരാതിയാണ് ഇപ്പോൾ സൈബർ പോലീസിന് കൈമാറുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് വീണ്ടും രാഹുൽ ഈശ്വർ വീഡിയോയുമായി സമൂഹ മാധ്യമങ്ങളിൽ രംഗത്ത് വന്നത്. ആ വീഡിയോയിൽ പറയുന്നത് വ്യാജ പരാതിക്കാരിയാണ്, ഈ പരാതിയിലൂടെ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ വീഡിയോയുടെ ഉള്ളടക്കത്തിലുള്ളത്. താൻ നേരത്തെ പറഞ്ഞതാണ് അവർ വിവാഹിതയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും എടുത്തു പറയുന്ന കാര്യം, അതിപ്പോൾ മാധ്യമങ്ങൾ തന്നെ വിളിച്ചു പറഞ്ഞിരിക്കുന്നു, നിയമപരമായ അത്തരത്തിലൊരു വിവാഹമോചനമൊന്നും നടന്നിട്ടില്ല എന്ന് തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ സംബന്ധിക്കുന്ന ഒരു വീഡിയോ ആണ് ഇട്ടിരിക്കുന്നത്. ആ വീഡിയോയ്ക്കെതിരെയാണ് അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. SP പൂങ്കുഴലിക്ക് നൽകിയ പരാതിയാണ് സൈബർ പോലീസിന് കൈമാറുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം ഉണ്ടായി എന്ന് തന്നെയാണ് ഈ പരാതിക്കാരി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ലംഘനം ഉണ്ടായോ എന്നതുൾപ്പെടെ പോലീസ് പരിശോധിക്കുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മുൻപും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് വീഡിയോ ഇട്ടതിനാണ് രാഹുൽ മാങ്കൂട്ടം പോലീസ് കസ്റ്റഡിയിലാവുകയും പിന്നീട് റിമാൻഡിലാവുകയും ഒക്കെ ചെയ്തത് നമ്മൾ കണ്ടതാണ്. പിന്നീട് ജയിലിൽ നിരാഹാര സമരം നടത്തിയ ആരോഗ്യനില മോശമായി ഹോസ്പിറ്റലിലും നിരാഹാര സമരം തുടരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം നിരാഹാര സമരം ഒക്കെ അവസാനിപ്പിക്കുകയായിരുന്നു. അത്തരത്തിൽ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം ഉണ്ടായി എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ വിശദമായ പരിശോധന നടക്കും. SP പൂങ്കുഴലിക്ക് നൽകിയ പരാതി സൈബർ പോലീസിന് കൈമാറുമെന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോഴും ആ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. ശ്യാം ബാബു, കൃത്യമായി തന്നെ അന്ന് ജാമ്യം നൽകുമ്പോൾ ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞതാണ് ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യരുത് എന്ന്. പക്ഷേ അതിനു മുമ്പൊക്കെ വിവിധ ഘട്ടങ്ങൾ ജാമ്യത്തിനായി ഇയാളെ ഹാജരാക്കിയ സമയത്തൊക്കെ ഞാൻ ഇനിയും ചെയ്യും എന്നൊക്കെ വലിയ രീതിയിൽ വീരവാദം മുഴക്കുന്ന ഒരു സാഹചര്യവും കണ്ടിരുന്നു. അപ്പോൾ ഇത് പരസ്യമായി തന്നെ കോടതികളെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്കല്ലേ ഇയാളുടെ നടപടി പോകുന്നത്? കാര്യങ്ങൾ മാധ്യമങ്ങൾ തന്നെ അംഗീകരിച്ചു എന്ന തരത്തിൽ മാധ്യമങ്ങളെയും അതിജീവിതയും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് സമൂഹ മാധ്യമങ്ങളിൽ ചിത്രീകരിച്ചിരിക്കുന്ന ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് തന്നെയാണ്. പ്രധാനമായും നമുക്കറിയാം ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം തന്നെയാണ് നടന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യരുത് എന്നുൾപ്പെടെയുള്ള ക്ലോസുകൾ ഉണ്ടായിരുന്നു ജാമ്യ വ്യവസ്ഥയിൽ എന്നത് തന്നെയാണ് നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത്. ആ ഘട്ടത്തിൽ നേരത്തെ ശ്യാംബാബു സൂചിപ്പിച്ചതുപോലെ തന്നെ നിരാഹാര സമരമൊക്കെ നടത്തി വീണ്ടും ഭക്ഷണം കഴിക്കാൻ റെഡിയായ രാഹുൽ ഈശ്വറിനെ ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നു. ആരോഗ്യസ്ഥിതി മോശമായപ്പോൾ താൻ ഭക്ഷണം കഴിക്കുവാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ രാഹുൽ ഈശ്വറിനെയും നമ്മൾ കണ്ടിരുന്നു. അത്തരത്തിൽ പിന്നീട് ജാമ്യം നൽകി പുറത്തേക്ക് വിടുമ്പോൾ ഇനി ഒരിക്കലും ഇത്തരത്തിലൊന്നും ചെയ്യരുത് എന്ന് ഉൾപ്പെടെയുള്ള ക്ലോസുകളോട് കൂടിയാണ് ആ വ്യക്തി പുറത്തിറങ്ങിയത്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു വീഡിയോ പുറത്തിറങ്ങിയത്. നമുക്കറിയാം അതിജീവിതയുമായി ബന്ധപ്പെട്ട പുതിയൊരു പരാതി കുടുംബം തകർത്തു എന്ന രീതിയിലൊക്കെ തന്നെയും അത്തരത്തിലൊരു പരാതിക്കാരൻ രംഗത്ത് വന്നൊരു സാഹചര്യത്തിനോടനുബന്ധിച്ചാണ് സമൂഹ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ളൊരു വീഡിയോ രാഹുൽ ഈശ്വർ ചെയ്തിട്ടുള്ളത്. എന്തായാലും ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം ഉണ്ടോ എന്ന പരിശോധന നടത്തുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും SP പൂങ്കുഴലിക്കാണ് ഇത് സംബന്ധിച്ചുള്ള ഒരു പരാതി നൽകിയത്. ആ പരാതിയാണ് ഇനി സൈബർ പോലീസിന് കൈമാറുക എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ജാമ്യ വ്യവസ്ഥയുടെ ലംഘനം ഉണ്ടെന്ന് മനസ്സിലായിട്ട് പോലും സമൂഹ മാധ്യമങ്ങളിലൂടെ ആ വീഡിയോ നീക്കം ചെയ്യുവാൻ ഇതുവരെ രാഹുൽ ഈശ്വർ തയ്യാറായിട്ടില്ല എന്നത് തന്നെയാണ്. അപ്പോൾ ആ കോടതിയോട് നടത്തുന്ന ഒരു വെല്ലുവിളി തന്നെയാണ് ഇതെന്നാണ് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നത്. ശ്യാംബാബു, ദിസ്ന സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.